ചുക്ക് കാപ്പിപ്പൊടി എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 50 ഗ്രാം വീതം കുരുമുളക്, ചുക്ക്, ജീരകം, ഏലക്കായ്, മല്ലി, പിന്നെ 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും ഒരു 15 തിപ്പല്ലിയുമാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചുക്കും തിപ്പല്ലിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. അതിനുശേഷം കുരുമുളകും മല്ലിയും ഇടാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ പൊടി നമുക്കിനി ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഒരുപാട് കാലം കേടുകൂടാതെ നിൽക്കും. ഇനി നമുക്ക് ചുക്ക് കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടി ഇടാം. ഇതന്നെ അത്യാവശ്യത്തിന് സ്ട്രോങ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് അല്പം തുളസി ഇല ഇടാം. ഞാനിവിടെ ഇടുന്നുണ്ട്. പിന്നെ ഒരു പകുതി ശർക്കരയും ഇതിലിടാണ്. വേണമെങ്കിൽ നമുക്കിനി ഇതിലേക്ക് അല്പം മഞ്ഞൾ ഇടാം, അതേപോലെ നാരങ്ങനീരിടാം. ഞാനിവിടെ ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല. ഇതന്നെ നല്ല എഫക്റ്റീവാണ്. നന്നായി തിളച്ച് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചുക്കുമല്ലി കാപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കല്ലോ അല്ലേ? എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.